ഹായ് ഫ്രണ്ട്സ്, സാപ്പിന മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന കുറച്ച് സിനിമകളുടെ അപ്ഡേറ്റുകളും ഇന്ന് ഓൾറെഡി റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും സീരീസുകളും ഏതൊക്കെ എന്നുള്ളതുമാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഇന്ന് ജൂൺ മാസം 19 തീയതി ആണ്. ഓക്കെ, അപ്പോൾ ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് നോക്കാം നമുക്ക്. അതിലൊന്നാമത്തെ സിനിമ എന്നുള്ളത് ദ ലോസ്റ്റ് ഗേൾ എന്ന് പറഞ്ഞൊരു പഞ്ചാബി മൂവിയാണ്. ഹിന്ദി ഭാഷയിലും പഞ്ചാബി ഭാഷയിലും ഈ ഒരു ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ ആമസോൺ പ്രൈമിൽ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്തൊരു ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന തെലുങ്ക് മൂവിയാണ്. ഹദ്ദു ലദൂര എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. തെലുങ്ക് ഭാഷയിൽ ബുക്ക് മൈ ഷോസിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. ഇന്ന് രാത്രി 12 ശേഷം ഒരു മലയാള സിനിമ, നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഒരു മലയാള സിനിമ റിലീസ് ചെയ്യുന്നുണ്ട്. പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞാൽ നമ്മുടെ ദിലീപേട്ടൻ പ്രധാന വേഷം കൈകാര്യം ഡ്രാമ റൊമാൻറ്റിക് വിഭാഗത്തിൽപ്പെടുന്ന സിനിമ, കോമഡി വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. C5 ഇന്ന് രാത്രി 12 ശേഷം ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നതാണ്. അടുത്തൊരു സീരീസാണ്, നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഒരു സീരീസാണ്. കേരള ക്രൈം ഫയൽസ് പറഞ്ഞ സീരീസിൻ്റെ 2ാമത്തെ സീസണ്. ഈ ഒരു സീരീസും ഇന്ന് രാത്രി 12 ശേഷം ജിയോ ഹോട്ട്സ്റ്റാറിൽ മൾട്ടി ഓഡിയോയിൽ റിലീസ് ചെയ്യുന്നതാണ്. മലയാള സീരീസാണ്, വെയിറ്റ് ചെയ്യുന്ന ഒരു സീരീസാണ്. എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ കണ്ട് റിവ്യൂ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. അടുത്തൊരു ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട ഒരു സീരീസാണ്. കാബൂൾ എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഹിന്ദി ഭാഷകളായിട്ട് ലാൻഡ്സ്കേപ്പ് പ്ലേ OTT പ്ലാറ്റ്ഫോമിൽ ഈ ഒരു സീരീസ് ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്തത് വിജയ് സേതുപതി പ്രധാന വേഷം കൈകാര്യം ഒരു കോമഡി ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട ഒരു തമിഴ് മൂവിയായിരുന്നു. എയ്സ് എന്ന് പറഞ്ഞ സിനിമ. തിയേറ്ററിൽ പരാജയപ്പെട്ട ഒരു സിനിമയാണ്. തമിഴ് തെലുങ്ക് ഭാഷകളായിട്ട് ഇതിനു മുമ്പേ തന്നെ റിലീസ് ചെയ്തിരുന്നു ആമസോൺ പ്രൈമിൽ. ഇപ്പോൾ മലയാളം കന്നഡ വേർഷനും കൂടി അവൈലബിൾ ആയിട്ടുണ്ട്. അടുത്തത് നമ്മുടെ കമലഹാസനും STR ഒക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത് തിയേറ്ററിൽ ഒരു വമ്പൻ ഫ്ലോപ്പായി മാറിയ സിനിമയായിരുന്നു തഗ് ലൈഫ് എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമയുടെ OTT റൈറ്റ്സ് നെറ്റ്ഫ്ലിക്സ് ആണ് സ്വന്തമാക്കിയിട്ടുള്ളത്. നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു സിനിമ ജൂലൈ മാസം ആദ്യ ആഴ്ച തന്നെ റിലീസ് ചെയ്യാനുള്ള അപ്ഡേറ്റുകൾ പുറത്തു വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഒരു സിനിമ ഹിന്ദുസ്ഥാൻ OTT പ്ലാറ്റ്ഫോം വഴി ലോ ക്വാളിറ്റി HD പ്രിന്റ് റിലീസ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ സിനിമയുടെ മൾട്ടി ഓഡിയോ ഒക്കെ നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്യുന്ന സമയത്തായിരിക്കും റിലീസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത റൊമാൻറ്റിക് കോമഡി വിഭാഗത്തിൽപ്പെടുന്ന സീരീസാണ്. ടു മച്ച് എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷയിൽ ജൂലൈ മാസം 10 തീയതിയാണ് ഈ ഒരു സീരീസ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തൊരു മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു കൊറിയൻ മൂവിയാണ്. വാൾ ടു വാൾ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ജൂലൈ മാസം 18 തീയതി നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. റിലീസ് ചെയ്യുന്ന സമയത്ത് മൾട്ടി ഓഡിയോ പ്രതീക്ഷിക്കുന്നുണ്ട്. അടുത്തൊരു മലയാള സിനിമയാണ്. നമ്മുടെ അജു വർഗീസ് പ്രധാന വേഷം കൈകാര്യം ഡ്രാമ കോമഡി വിഭാഗത്തിൽപ്പെട്ട സിനിമയായിരുന്നു സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന് പറഞ്ഞ സിനിമ. സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോമാണ് ഈ സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത്. നാളെ, അതായത് ജൂൺ മാസം 20 തീയതി വൈകിട്ട് 5 മണിക്ക് ശേഷം ഈ ഒരു സിനിമ സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്യുന്നതാണ്. അടുത്തൊരു ക്രൈം ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട ഒരു സീരീസാണ്. ദ വാട്ടർ ഫ്രണ്ട് എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഹിന്ദി തമിഴ് തെലുങ്ക് ഭാഷകളായി നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സീരീസ് അവൈലബിൾ ആയിട്ടുള്ളത്. 8 എപ്പിസോഡുകളാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് എല്ലാവരും കാത്തിരിക്കുന്ന ഒരു സിനിമയായിരുന്നു മലയാളത്തിൽ നിന്ന് റിലീസ് ചെയ്ത മഹാറാണി എന്ന് പറഞ്ഞ സിനിമ. HR OTT പ്ലാറ്റ്ഫോം വഴി റിലീസ് ചെയ്യാൻ തയ്യാറാകുന്ന ഒരു സിനിമയായിരുന്നു. പിന്നെ ഈ HR OTT പ്ലാറ്റ്ഫോമിൻ്റെ കേസ് കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ട് അവസാനം അതിൽ നിന്നും പിന്മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ഈ സിനിമയുടെ OTT റൈറ്റ്സ്, മഹാറാണി പറഞ്ഞ ഈ സിനിമയുടെ OTT റൈറ്റ്സ് മനോരമ മാക്സ് സ്വന്തമാക്കിയിട്ടുള്ളതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പുറത്തു വന്നിട്ടുള്ളത്. ഷൈൻ ടോം ജാക്ക്, റോഷൻ മാത്യു, ജോണി ആൻ്റണി ഒക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമ ജൂൺ മാസം 21 തീയതി മനോരമ മാക്സ് റിലീസ് ചെയ്യാനുള്ള ഒഫീഷ്യൽ അപ്ഡേറ്റ് അവർ പുറത്തുവിട്ട് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത്രയും സിനിമകളുടെ സീരീസുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിച്ചിട്ടുള്ളത്. ജൂൺ മാസം 20 തീയതി, അതായത് നാളെ വേറെയും കുറേ സിനിമകളും സീരീസുകളും റിലീസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ അടുത്ത ദിവസം തന്നെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. നാളെ രാത്രി ആ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നതാണ്. അതായത് ജൂൺ മാസം 20 തീയതിയുടെ OTT റിലീസുകൾ ഏതൊക്കെയാണെന്നുള്ളത് കംപ്ലീറ്റ് ലിസ്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടായിരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും